നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഫുട്ബോൾ ലോകത്ത് അടുത്ത ഏറ്റവും വലിയ ഇവന്റ് എന്താണെന്ന് ചോദിച്ചാൽ സംശയം വേണ്ട, ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പാണ്. 2025 ജൂൺ ജൂലൈ മാസങ്ങളിലായിട്ട് USA 32 ടീമുകൾ പങ്കെടുക്കുന്ന ബൃഹത്തായ പ്രഥമ ക്ലബ്ബ് വേൾഡ് കപ്പ് നടക്കുകയാണ്. ആ ക്ലബ്ബ് വേൾഡ് കപ്പിനുള്ള അവസാന ടീമും ഇന്ന് പുലർച്ചെ നടന്ന കോപ്പ ലിബർട്ടഡോറസ് ഫൈനലോടുകൂടി യോഗ്യത നേടിയിട്ടുണ്ട്. അതായത് ബ്രസീലിയൻ ക്ലബ്ബായിട്ടുള്ള ബോട്ടഫാഗയാണ് ഏറ്റവും ഒടുവിൽ യോഗ്യത ഉറപ്പാക്കിയത്. അങ്ങനെ 32 ടീമുകളും തികഞ്ഞിട്ടുണ്ട്. ഫിക്സർ നിർണയ നറുക്കെടുപ്പ് ഇതാ വരുന്ന വ്യാഴാഴ്ച ഡിസംബർ 5 നടക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണ്, ഏത് രാജ്യത്ത് നിന്നാണ് ഏറ്റവും അധികം ക്ലബ്ബുകൾ ഈ ക്ലബ്ബ് വേൾഡ് കപ്പിൽ കളിക്കുന്നത്, ഓരോ രാജ്യത്തു നിന്നും എത്ര ക്ലബ്ബുകളാണുള്ളത്, ഇതൊക്കെ ഒന്ന് പരിശോധിക്കുകയാണ്. നമ്മൾ നോക്കാം. ഏറ്റവും അധികം ക്ലബ്ബുകൾ ഈ ക്ലബ്ബ് വേൾഡ് കപ്പിൽ കളിക്കുന്നത് ബ്രസീലിൽ നിന്നാണ്. 4 ക്ലബ്ബുകൾ, അവരുടെ 4 ക്ലബ്ബുകൾ ഈ ക്ലബ്ബ് വേൾഡ് കപ്പ് കളിക്കുന്നുണ്ട്. പാൽമിറാസ്, ഫ്ലുമിനൻസ്, ഫ്ലമിംഗോ, ബൂട്ടഫാഗോ, 4 ക്ലബ്ബുകൾ. ബ്രസീലിന് ആധിപത്യം എന്ന് തന്നെ പറയാം. പിന്നെ കൂടുതൽ ക്ലബ്ബുകൾ ഉള്ളത് മെക്സിക്കോയിൽ നിന്നാണ്. മെക്സിക്കോയിൽ നിന്ന് 3 ക്ലബ്ബുകളുണ്ട്. മോണ്ടറിയും ക്ലബ് ലിയോണും പച്ചൂക്കയുമാണ് കളിക്കുന്നത്. പിന്നെ 2 വീതം ക്ലബ്ബുകളുള്ള രാജ്യങ്ങളുണ്ട്. ഒന്ന് ഇംഗ്ലണ്ടാണ്. ഇംഗ്ലണ്ടിൽ നിന്ന് ചെൽസിയും മാഞ്ചസ്റ്റർ സിറ്റിയും കളിക്കുന്നുണ്ട്. സ്പെയിനിൽ നിന്ന് റയൽ മാഡ്രിഡും അത്ലറ്റിക്കോ മാഡ്രിഡും 2 ടീമുകൾ കളിക്കുന്നുണ്ട്. പിന്നെ ജർമ്മനിയിൽ നിന്ന് 2 ടീമുകളുണ്ട്, ബയൺ മ്യൂണിക്കും ബൊറൂസിയ ഡോട്ട്മുണ്ടും. അതുപോലെ ഇറ്റലിയിൽ നിന്ന് 2 ടീമുകളുണ്ട്, ഇന്റർ മിലാനും യുവന്റസും. പിന്നെ പോർച്ചുഗലിൽ നിന്ന് 2 ടീമുകളുണ്ട്, FC പോർട്ടോയും ബെൻഫിക്കയും. പിന്നെ ആദ്യമായിട്ടുള്ള USA നിന്ന് സിയാറ്റിൽ സൗണ്ടേഴ്സും ഇന്റർ മയാമിയും. അങ്ങനെ 2 ടീമുകൾ അവിടെ നിന്ന് കളിക്കുന്നു. അർജന്റീനയിൽ നിന്ന് 2 വമ്പൻ ടീമുകളുണ്ട്, റിവർ പ്ലേറ്റും പിന്നെ ബൊക്ക ജൂനിയേഴ്സും. ഇനി ഒരു ടീമുകൾ ഉള്ള രാജ്യങ്ങൾ നോക്കാം. ഈജിപ്തിൽ നിന്ന് അൽ അഹ്ലി ഒരു ടീമുണ്ട്. അതുപോലെ മൊറോക്കോയിൽ നിന്ന് ഒരു ടീം, വെയ്ഡാഡ്. പിന്നെ ടുണീഷ്യയിൽ നിന്ന് ഒരു ടീം, ES ടൂണീസ്. സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഒരു ടീമുണ്ട്, അത് മമലോഡി സൗണ്ടൗൺസ് ആണ്. അതുപോലെ സൗദി അറേബ്യയിൽ നിന്ന് ഒരു ടീം, അൽ ഹിലാൽ. ജപ്പാനിൽ നിന്ന് ഒരു ടീം, ഉറാവ റെഡ് ഡയമണ്ട്സ്. UAE നിന്ന് ഒരു ടീം, അലൈൻ FC. സൗത്ത് കൊറിയയിൽ നിന്ന് ഒരു ടീം, അത് ഉൾസാൻ HDFC ആണ്. അതുപോലെ ഫ്രാൻസിൽ നിന്ന് ഒരു ടീം, അത് PSG ആണ്. അതോടൊപ്പം തന്നെ ഓസ്ട്രേലിയയിൽ നിന്ന് ഒരു ടീമുണ്ട്, FC സാൽസ്ബർഗ് ആണ്. പിന്നെ ന്യൂസിലാൻഡിൽ നിന്ന് ഒരു ടീം, ഓക്ലാൻഡ് സിറ്റി. ഇതാണ് രാജ്യം വൈസ്, കൺട്രി വൈസ് നമ്മൾ നോക്കിയാൽ ഓരോ ടീമുകളുടെ എണ്ണം. അപ്പോൾ ഏറ്റവും അധികം ടീമുകൾ കളിക്കുന്നത് ബ്രസീലിൽ നിന്ന് 4 ക്ലബ്ബുകൾ, 2ാം സ്ഥാനത്ത് മെക്സിക്കോയിൽ നിന്ന് 3 ക്ലബ്ബുകൾ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.